പ്രിയ കുട്ടികളെ, 10ാം ക്ലാസ് ഫിസിക്സിലെ 6ാമത്തെ അധ്യായം കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും വളരെ മനോഹരമായ രസകരമായൊരു ചാപ്റ്ററാണിത്. അതിനകത്ത് കണ്ണും കാഴ്ചയും എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആദ്യത്തെ ടോപ്പിക് അതാണ്, കണ്ണും കാഴ്ചയും എന്നുള്ളതാണ്. ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ക്ലാസ് പൂർണ്ണമായും ഫുൾ സ്ക്രീൻ മോഡിൽ കാണുവാനായിട്ട് നോക്കുക. അതായിരിക്കും നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുക്കാനും പഠിക്കാനും കാണാനും എല്ലാം കൂടുതൽ ഉപകാരപ്രദമാകുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കണ്ണാണ്. കണ്ണിനകത്തുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നിങ്ങൾ ബയോളജി ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. കണ്ണിന് സീലിയറി പേശികളുണ്ട്, അതുപോലെ തന്നെ കണ്ണിലൊരു ലെൻസുണ്ട്. കണ്ണിലുള്ള ലെൻസ് കോൺവെക്സ് ലെൻസാണെന്നുള്ള കാര്യം നമുക്കറിയാം. അതുപോലെ തന്നെ റെറ്റിനായിലാണ് വസ്തുവിൻ്റെ പ്രതിബിംബം പതിക്കുന്നത്. റെറ്റിനായിൽ പതിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള വസ്തുവിൻ്റെ പ്രതിബിംബം നമുക്ക് കിട്ടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നീല കളറിൽ കാണിച്ചിരിക്കുന്ന കോർണിയയാണ്. സീലിയറി പേശികളും കോർണിയയും കണ്ണിൻ്റെ ലെൻസും റെറ്റിനായുമാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. എങ്ങനെയാണ് വസ്തുക്കൾ ദൃശ്യമാകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? കണ്ണിലെ പ്രതിബിംബ രൂപീകരണം ചിത്രീകരിച്ചിരിക്കുന്നത് നിരീക്ഷിക്കുക. വസ്തുവിനെ നമ്മൾ കാണുന്നത് ഐറീസിൻ്റെ മധ്യഭാഗത്തുള്ള കൃഷ്ണമണികൾ പ്യൂപ്പിൾ കൂടിയാണ് ഒരു വസ്തുവിൽ നിന്നുള്ള പ്രകാശം കണ്ണിലെ ലെൻസിൽ പതിക്കുന്നത്. ഐറീസിൻ്റെ മധ്യഭാഗത്തുള്ള കൃഷ്ണമണിയിൽ കൂടിയാണ്, കൃഷ്ണമണിക്ക് പറയുന്ന പേരാണ് പ്യൂപ്പിൾ, അതിൽ കൂടിയാണ് ഒരു വസ്തുവിൽ നിന്നുള്ള പ്രകാശം കണ്ണിൻ്റെ ലെൻസിൽ പതിക്കുന്നത്. ഇങ്ങനെ ലെൻസ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബം റെറ്റിനായിൽ പതിക്കുമ്പോൾ നാം വസ്തുക്കളെ കാണുന്നത്. ലെൻസ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബം റെറ്റിനായിൽ പതിക്കുമ്പോഴാണ് നാം വസ്തുക്കളെ കാണുന്നത്. എന്നാൽ നമുക്ക് എല്ലാ അകലങ്ങളിലുമുള്ള വസ്തുക്കളെ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയുമോ? നിങ്ങളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കണം, ഒരു പരീക്ഷണം ചെയ്ത് നോക്കണം. നിങ്ങളിപ്പോൾ കാണുന്ന ഈ സ്ക്രീന് തന്നെ നിങ്ങളുടെ മൂക്കിനോടൊന്ന് അടുപ്പിച്ച് നോക്കുക. നിങ്ങൾക്കിത് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? പിന്നെ ഇത് സാവധാനം കുറച്ച് അകറ്റി കഴിഞ്ഞിട്ട് നോക്കുക. എവിടെ വരുമ്പോഴാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിക്കാനായിട്ട് പറ്റുന്നത്? ആ കൃത്യമായിട്ട് വായിക്കാൻ പറ്റുന്ന ഭാഗത്ത് വെച്ച് നിങ്ങൾ സ്കെയിൽ വെച്ചിട്ടൊന്ന് മെഷർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതെന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 25 സെൻറ്റിമീറ്റർ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ബിന്ദുവിനെയാണ് നിയർ പോയിൻ്റ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ബിന്ദുവിനെ പറയുന്ന പേരാണ് നിയർ പോയിൻ്റ്. ആരോഗ്യമുള്ള കണ്ണുകൾക്ക് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണെന്ന് കണക്കാക്കിയിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യമുള്ള കണ്ണാണോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാനും നിങ്ങൾക്ക് സാധിക്കും. എങ്ങനെയാണ്? ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഈ ഒന്നെങ്കിലും ഒരു പുസ്തകം എടുത്ത് നിങ്ങളുടെ മൂക്കിനോട് ചേർത്ത് വെച്ചിട്ട് വായിക്കാൻ ശ്രമിക്കുക. നടക്കുകയില്ല. വീണ്ടും അത് അകറ്റി എവിടെയാണോ നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിക്കാൻ സാധിക്കുന്ന ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് നിങ്ങളൊരു സ്കെയിൽ വെച്ചിട്ട് അളന്ന് നോക്കുമ്പോൾ 25 സെൻറ്റിമീറ്റർ ആയിരിക്കും മിക്കവാറും നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളുടെ വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം എന്ന് പറഞ്ഞത് 25 സെൻറ്റിമീറ്റർ ആണ്. അതൊരു 1 വേഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും കൂടിയ ദൂരം എത്രയായിരിക്കും? കുറഞ്ഞ ദൂരം 25 സെൻറ്റിമീറ്റർ ആണെങ്കിൽ കൂടിയ ദൂരം എത്രയായിരിക്കും? ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ബിന്ദുവിന് പറയുന്ന പേരാണ് ഫാർ പോയിൻ്റ്. ഈ ദൂരം അനന്തമായിട്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൂരെയുള്ള വസ്തുക്കളെയെല്ലാം കുറേ കാണാൻ പറ്റും. അപ്പം അത് അനന്തമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിന് പറയുന്ന പേരാണ് ഫാർ പോയിൻ്റ് എന്നാണ് പറയുന്നത്. അപ്പം നിയർ പോയിൻ്റ് എന്നാന്നും ഫാർ പോയിൻ്റ് എന്നാന്നും വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. വ്യക്തമായ കാഴ്ച അനുഭവം ഉണ്ടാകാൻ ഫാർ പോയിൻ്റ് മുതൽ നിയർ പോയിൻ്റ് വരെയുള്ള വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനായിൽ വ്യക്തമായിട്ട് രൂപീകരിക്കണം. വ്യക്തമായിട്ടുള്ള കാഴ്ച അനുഭവം കിട്ടണമെന്നുണ്ടെങ്കിൽ ഫാർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അനന്തതയാണെന്നുള്ളത് അറിയാമല്ലോ. നിയർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത് കാണാനായിട്ട് പറ്റുന്ന 25 സെൻറ്റിമീറ്റർ. അവിടെ വരെയുള്ള വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനായിൽ വ്യക്തമായിട്ട് രൂപീകരിക്കാനായിട്ട് പറ്റണം.
നാം അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ ഈ പോയിന്റ് വളരെ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ടതാണ്, പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നാം അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ കണ്ണിലെ കോൺവെക്സ് ലെൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സീലിയറി പേശികൾ സങ്കോചിക്കുകയും, അതായത് ചുരുങ്ങുകയും, ലെൻസിൻ്റെ വക്രത കൂടുകയും ഫോക്കസ് ദൂരം കുറയുകയും ചെയ്യുന്നു. എന്തെന്നാണ് 3 പോയിന്റുകളാണ് ഓർത്തിരിക്കേണ്ടത്. അടുത്തുള്ള വസ്തുക്കളെ നമ്മൾ നോക്കുമ്പോൾ കണ്ണിലെ കോൺവെക്സ് ലെൻസ്, കണ്ണിലെ ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സീലിയറി പേശികൾ. നമ്മൾ ആദ്യത്തെ ചിത്രത്തിൽ കണ്ടിരുന്നു. ആ സീലിയറി പേശികൾ സങ്കോചിക്കുകയും, അതായത് ചുരുങ്ങുകയും, ലെൻസിൻ്റെ വക്രത കൂടുകയും ഫോക്കസ് ദൂരം കുറയുകയും ചെയ്യുന്നു. ഫോക്കസ് ദൂരം അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ ഫോക്കസ് ദൂരം കുറയുകയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സീലിയറി പേശികൾ വിശ്രമാവസ്ഥ പ്രാപിക്കുകയും ലെൻസിൻ്റെ വക്രത കുറഞ്ഞ് ഫോക്കസ് ദൂരം കൂടുകയും ചെയ്യുന്നു. അകലെയുള്ള വസ്തുക്കളെ നോക്കുന്ന സമയത്ത് സീലിയറി പേശികൾ വിശ്രമാവസ്ഥ പ്രാപിക്കുകയും അത് നോർമൽ സ്റ്റേജിലേക്ക് ആവുകയും ലെൻസിൻ്റെ വക്രത കുറഞ്ഞ് ഫോക്കസ് ദൂരം കൂടുകയും ചെയ്യുന്നു. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോൾ കുറച്ച് ദൂരം നോക്കിയാൽ മതി, അതുകൊണ്ട് ഫോക്കസ് ദൂരം കുറയുന്നു. അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ കൂടുതൽ ദൂരത്തിലേക്ക് വേണം, അതുകൊണ്ട് ഫോക്കസ് ദൂരം കൂടുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഫോക്കസ് ദൂരത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പവർ എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഫോക്കസ് ദൂരം കൂടുമ്പോൾ പവർ കുറയുമെന്നുള്ള കാര്യവും കൂടെ ഓർത്തിണ്ടാകണം. ഫോക്കസ് ദൂരവും പവറും തമ്മിലുള്ള ബന്ധവും കൂടെ ഓർമ്മയിലുണ്ടായിരിക്കുക. ഇനി വസ്തുക്കളുടെ സ്ഥാനം എവിടെയായിരുന്നാലും പ്രതിബിംബം റെറ്റിനായിൽ പതിക്കത്തക്ക വിധം ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് സമഞ്ജനക്ഷമത, പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഇത് പ്രധാനപ്പെട്ട പോയിൻ്റാണ്, പഠിക്കേണ്ടതാണ്. അതായത് വസ്തുക്കളുടെ സ്ഥാനം എവിടെയായിരുന്നാലും, നിയർ പോയിന്റിലായിരുന്നാലും ഫാർ പോയിന്റിലായിരുന്നാലും എവിടെയായിരുന്നാലും പ്രതിബിംബം റെറ്റിനായിൽ പതിക്കത്തക്ക വിധം ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ കഴിവിന് പറയുന്ന പേരാണ് കണ്ണിൻ്റെ സമഞ്ജനക്ഷമത എന്ന് പറയുന്നത്. സമഞ്ജനക്ഷമത, പവർ ഓഫ് അക്കോമഡേഷൻ. അടുത്തത് കണ്ണിൽ പ്രതിബിംബം രൂപീകരിക്കപ്പെടുന്നതിൻ്റെ രേഖാചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ഇവയിൽ ഓരോന്നിലും പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയാണെന്ന് നോക്കിക്കേ. ആദ്യത്തേതിനകത്ത് ഒ എന്നുള്ളത് ഒബ്ജക്റ്റാണ്, വസ്തുവാണ്. ഐ എന്നുള്ളത് ഇമേജാണ്, പ്രതിബിംബമാണ്. ആദ്യത്തേതിനകത്ത് റെറ്റിനായ്ക്ക് മുൻപിലായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പ്രതിബിംബം രൂപപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തെ ചിത്രത്തിനകത്ത് റെറ്റിനായ്ക്ക് ശേഷമാണ്, റെറ്റിനയുടെ പുറകിലാണ് പ്രതിബിംബം രൂപപ്പെട്ടിരിക്കുന്നത്. മൂന്നാമത്തേതിനകത്ത് കൃത്യമായിട്ട് റെറ്റിനായിൽ തന്നെയാണ് പ്രതിബിംബം രൂപപ്പെട്ടിരിക്കുന്നത്. കൃത്യമായിട്ട് റെറ്റിനായിൽ തന്നെയാണ് പ്രതിബിംബം രൂപപ്പെട്ടിരിക്കുന്നത്. കൃത്യമായിട്ട് റെറ്റിനായിൽ തന്നെ പ്രതിബിംബം രൂപപ്പെടുന്നതാണ് യഥാർത്ഥമായ കാഴ്ച എന്ന് പറയുന്നത്. നമുക്ക് റെറ്റിനായിൽ തന്നെ പ്രതിബിംബം രൂപപ്പെട്ടാൽ മാത്രമേ നമുക്കതിനെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവയിൽ ആദ്യത്തെ രണ്ടെണ്ണത്തിനകത്ത് റെറ്റിനായ പ്രതിബിംബം രൂപപ്പെടാത്തതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമായിരിക്കും? 2 കാരണങ്ങളാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. കണ്ണിൻ്റെ ലെൻസിൻ്റെ പവർ വ്യത്യാസപ്പെടുന്നത്, ലെൻസിൻ്റെ പവറിനകത്ത് വ്യത്യാസം വരുന്നത്, നേത്രഗോളത്തിൻ്റെ വലിപ്പം വ്യത്യാസപ്പെടുന്നത്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് പ്രതിബിംബം കൃത്യസ്ഥാനത്ത് രൂപപ്പെടാത്തത്. ഇങ്ങനെയുള്ള കണ്ണിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഡിഫക്റ്റിനാണ് നമ്മളിത് പറയുന്നത് കണ്ണിൻ്റെ ന്യൂനതകൾ എന്ന് പറയുന്നത്. ആദ്യത്തെ ഒരു ന്യൂനതയാണ് എന്തെന്നുള്ളത് ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. ദീർഘദൃഷ്ടിയുള്ള ഒരാളുടെ കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നതിൻ്റെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഇതിനകത്ത് അതായത് നിയർ പോയിൻ്റ് എന്ന് പറയുന്നത് അവരുടെ വളരെ അടുത്തായിരിക്കും. അപ്പം പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയായിരിക്കും? അങ്ങ് റെറ്റിനായുടെ പുറകിലായിരിക്കും പ്രതിബിംബം രൂപപ്പെടുന്നത്. റെറ്റിനായുടെ പുറകിലായിരിക്കും. റെറ്റിനായുടെ പുറകിൽ പ്രതിബിംബം രൂപപ്പെടുന്നതുകൊണ്ട് തന്നെ അവർക്കത് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കില്ല. പ്രതിബിംബം റെറ്റിനായി രൂപപ്പെടുന്നില്ലാത്തതുകൊണ്ട് തന്നെ വ്യക്തമായ പ്രതിബിംബം അവർക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. ഇതിനെ നമുക്ക് ശരിക്കും കാണേണ്ട എങ്ങനെയാണെന്നുള്ളതാണ്. റെറ്റിനായിലാണ് പ്രതിബിംബം രൂപപ്പെടേണ്ടത്. നിയർ പോയിൻ്റ് ഇത്രയും മാറിയിരിക്കണം. അതാണ് രണ്ടാമത്തെ ചിത്രത്തെ കാണിച്ചിരിക്കുന്നത്. ശരിയായിട്ട് വേണ്ടത് അങ്ങനെയാണ്. പക്ഷേ ദീർഘദൃഷ്ടി ഉള്ളവരെങ്ങനെയാണ്? ഇതുപോലെ അവരുടെ നിയർ പോയിൻ്റ് വളരെ അടുത്തായിരിക്കും, റെറ്റിനയുടെ പുറകിലായിട്ടായിരിക്കും പ്രതിബിംബം രൂപപ്പെടുന്നത്. ഈ ന്യൂനതയാണ് ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. അതായത് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാമെങ്കിലും പ്രതിബിംബം റെറ്റിനായെ കൃത്യമായി രൂപപ്പെടാത്തത് മൂലം ചിലർക്ക് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാനായിട്ട് കഴിയുന്നില്ല.
അകലെയുള്ള വസ്തുക്കളെ, ആ പേരിനകത്ത് തന്നെയുണ്ട് ദീർഘദൃഷ്ടി. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ കഴിയും, എന്നാൽ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ കഴിയുകയില്ല. അതിന് പറയുന്നതാണ് ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. കണ്ണിൻ്റെ ഈ വൈകല്യമാണ് ദീർഘദൃഷ്ടി. ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ നേത്രങ്ങളുടെ നിയർ പോയിൻ്റ് 25 സെൻറ്റിമീറ്ററിൽ കൂടുതലായിരിക്കും. 25 സെൻറ്റിമീറ്ററിൽ കൂടുതലായിരിക്കും ഇങ്ങനെ ദീർഘദൃഷ്ടിയുള്ളവരുടെ നിയർ പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ ന്യൂനതയ്ക്ക് കാരണം എന്തായിരിക്കും? എന്താ കാരണം എന്നുള്ളത് നമുക്കിപ്പം തന്നെ അറിയാം. നമ്മൾ 2 കാരണങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. നേത്രഗോളത്തിൻ്റെ വലിപ്പവുമായിട്ട് ബന്ധപ്പെടുത്തിയും കണ്ണിൻ്റെ ലെൻസിൻ്റെ പവറും വ്യത്യാസപ്പെടുന്നതനുസരിച്ചും. നേത്രഗോളത്തിൻ്റെ വലിപ്പവുമായിട്ട് ബന്ധപ്പെടുത്തിയ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നേത്രഗോളത്തിൻ്റെ വലിപ്പം എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. നേത്രഗോളത്തിൻ്റെ വലിപ്പം കുറവായിരിക്കും. ലെൻസിൻ്റെ ഫോക്കസ് ദൂരം അല്ലെങ്കിൽ പവറുമായിട്ട് ബന്ധപ്പെടുത്തിയാലോ ഫോക്കസ് ദൂരം കൂടുതലായിരിക്കും. ഫോക്കസ് ദൂരം കൂടുതലാണെങ്കിൽ പവർ കുറവായിരിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ രണ്ടും കുറവെന്നുള്ളതാണ്. പവർ കുറവ്, ഫോക്കസ് ദൂരം കൂടുതൽ. പവർ കുറവ്, നേത്രഗോളത്തിൻ്റെ വലിപ്പവും കുറവ്. ഈ ദീർഘദൃഷ്ടി നമുക്ക് എങ്ങനെ പരിഹരിക്കാനായിട്ട് പറ്റും? അനുയോജ്യമായ പവറുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ദീർഘദൃഷ്ടി നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റുന്നത്. അനുയോജ്യമായ പവറുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ദീർഘദൃഷ്ടി പരിഹരിക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കോൺവെക്സ് ലെൻസാണ്. കണ്ണിലുള്ള ലെൻസും കോൺവെക്സ് ലെൻസാണ്. ദീർഘദൃഷ്ടി പരിഹരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതും ഏത് തന്നെയാണ്? കോൺവെക്സ് ലെൻസാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഹ്രസ്വദൃഷ്ടി, മയോപ്പിയ അല്ലെങ്കിൽ നിയർ സൈറ്റഡ്നെസ്. ചില ആളുകളിൽ നേത്രഗോളങ്ങൾക്ക് വലിപ്പം കൂടുതലായിരിക്കും. എന്നാൽ ചിലരുടെ നേത്രഗോളങ്ങൾക്ക് സാധാരണ വലിപ്പമാണെങ്കിലും ലെൻസിൻ്റെ പവർ കൂടുതലായിരിക്കും. നമ്മൾ പറഞ്ഞായിരുന്നു നേത്രഗോളത്തിൻ്റെ വലിപ്പത്തിലുള്ള വ്യത്യാസവും കണ്ണിൻ്റെ ലെൻസിൻ്റെ പവറിലുള്ള വ്യത്യാസവുമാണ് റെറ്റിനായ പ്രതിബിംബം രൂപപ്പെടാത്തതിന് കാരണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ചിലരുടെ നേത്രഗോളത്തിന് വലിപ്പം കൂടുതലാണെങ്കിലും അല്ലെങ്കിൽ നേത്രഗോളത്തിൻ്റെ വലിപ്പം കറക്റ്റാണെങ്കിൽ തന്നെ ലെൻസിൻ്റെ പവർ കൂടുതലാണെങ്കിലും അവർക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുകയില്ലാതെ വരും. അപ്പം ഇങ്ങനെയുള്ളവരാണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ പ്രതിബിംബം രൂപപ്പെടുന്ന എവിടെയായിരിക്കും? റെറ്റിനയ്ക്ക് മുൻപിലായിരിക്കും ഇത്തരം സന്ദർഭങ്ങളിൽ പ്രതിബിംബം രൂപപ്പെടുന്നത്. ശരിക്കും വേണ്ടതാണ് രണ്ടാമത്തെ ചിത്രം. ഹ്രസ്വദൃഷ്ടി ഉള്ളവരുടേതാണ് ആദ്യം കാണിച്ചിരിക്കുന്ന ചിത്രം. അതിനകത്ത് പ്രതിബിംബം രൂപപ്പെട്ടിരിക്കുന്നത് റെറ്റിനയ്ക്ക് മുൻപിലാണ് പ്രതിബിംബം രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയുകയില്ല. ഹ്രസ്വദൃഷ്ടി എന്താണെന്നുള്ളതാണ്. ചിലർക്ക് അടുത്തുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാമെങ്കിലും അകലെയുള്ളവ വ്യക്തമായി കാണാൻ കഴിയുകയില്ല. അത്തരം നേത്രപരിമിതിയാണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത്. പേരിനകത്ത് തന്നെയുണ്ട് ഹ്രസ്വദൃഷ്ടി. എന്താണോ കാണാവുന്നത് അതാണ് പറയുന്നത് ഹ്രസ്വദൃഷ്ടി. അടുത്തുള്ളത് കാണാം, അകലെയുള്ളത് കാണാനായിട്ട് സാധിക്കത്തില്ല. ഹ്രസ്വദൃഷ്ടിയുള്ളവരുടെ നേത്രങ്ങളുടെ ഫാർ പോയിൻ്റ് അനന്തതയായിരിക്കില്ല. നമ്മൾ പറഞ്ഞു യഥാർത്ഥ വിഷനുള്ളവരുടെ കണ്ണിൻ്റെ യഥാർത്ഥ കാഴ്ചയുള്ളവരുടെ ഫാർ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തതയായിരിക്കുമെന്ന് പറഞ്ഞു. ഇവരുടെ ഫാർ പോയിൻ്റ് എന്ന് പറയുന്നത് അനന്തതയായിരിക്കില്ല. കണ്ണിൽ നിന്ന് ഒരു നിശ്ചിത അകലത്തിലായിരിക്കും അവരുടെ ഫാർ പോയിൻ്റ് എന്ന് പറയുന്നത്. അനുയോജ്യമായ പവറുള്ള കോൺകേവ് ലെൻസ് ഉപയോഗിച്ചാണ് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാനായിട്ട് സാധിക്കുന്നത്. ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സൈറ്റ് എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നതാണ്. ഷോർട്ട് സൈറ്റ് തന്നെയാണ് ഹ്രസ്വദൃഷ്ടി. കോൺകേവ് ലെൻസ് അവിടെ ഉപയോഗിക്കണം. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ലെൻസിൻ്റെ പവർ എന്നുള്ളതാണ്. പവർ ഓഫ് എ ലെൻസ്. നമ്മൾ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരാൾ നേത്രവിദഗ്ധനെ ഐ ഡോക്ടറിനെ കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കുറിപ്പട നമുക്ക് തരുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നിങ്ങളുടെ മുതിർന്നവർക്കോ അല്ലെങ്കിൽ പേരൻസിനോ ഒക്കെ വാങ്ങിക്കാനായിട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ണട വാങ്ങാനായി നൽകിയ കുറിപ്പിൽ +1.5D -2D എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ ലെൻസിൻ്റെ പവർ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പം നമുക്കറിയാം ഇത് കുറച്ചൊക്കെ. D എന്ന് പറയുന്നത് എന്താണ്? ഡയോപ്റ്റർ ആണ്, പവറിൻ്റെ യൂണിറ്റ് ആണെന്നുള്ളത് നമുക്കറിയാം. D എന്ന് പറയുന്നത് ഡയോപ്റ്റർ ആണ്, പവറിൻ്റെ യൂണിറ്റ് ആണ്. ഫോക്കസ് ലെന്തും പവറും എന്താണ്? വിപരീത അനുപാതത്തിലാണ്. ഫോക്കസ് ലെന്തും പവറും പവറിൻ്റെ വിപരീത 1/f ആണ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഫോക്കസ് ലെന്തിൻ്റെ വിപരീത അനുപാതമാണ് പവർ എന്ന് പറയുന്നത്. പവർ കൂടുതലുള്ളവർക്ക് ഫോക്കസ് ദൂരം കുറവായിരിക്കും, ഫോക്കസ് ദൂരം കൂടുതലുള്ളവർക്ക് പവർ കുറവായിരിക്കും. കുറിപ്പിൽ ഡോക്ടർ സൂചിപ്പിച്ചത് എന്തിനെക്കുറിച്ചാണ്? പവറിനെ കുറിച്ചാണ്. പവർ, അതിൻ്റെ ആൻസർ എന്താണ്? പവർ. പവറിനെ കുറിച്ച് എത്ര പവറുള്ള
കണ്ണാടിയാണ് ഉപയോഗിക്കേണ്ടത്, ലെൻസാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം കുറിപ്പിൽ ഡോക്ടർ സൂചിപ്പിച്ച എന്തിനെക്കുറിച്ചാണെന്നുള്ളതിൻ്റെ ഉത്തരം എന്താണ്? പവർ. കുറിപ്പിൽ എഴുതിയ ലെൻസുകൾ ഏതെല്ലാം തരമാണ്? പ്ലസ് എന്നുള്ളത് കോൺവെക്സ് ലെൻസും മൈനസ് എന്നുള്ളത് കോൺകേവ് ലെൻസുമാണ്. പ്ലസ് എന്നുള്ളത് കോൺവെക്സ് ലെൻസും മൈനസ് എന്നുള്ളത് കോൺകേവ് ലെൻസുമാണ്. പ്ലസ് 1.5D എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺവെക്സ് ലെൻസിൻ്റെ 1.5 മീറ്റർ ഫോക്കൽ ലെന്തുള്ള ലെൻസ് ഉപയോഗിക്കണമെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. -2D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺകേവ് ലെൻസ്, അതിൻ്റെത് പവർ എത്രയായിരിക്കണം? 2 മീറ്റർ. ഫോക്കൽ ലെന്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണെന്നറിയാം, പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. അതെല്ലാം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. അപ്പോൾ ഇങ്ങനെ നിങ്ങളോട് പരീക്ഷയ്ക്ക് സാധാരണ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഇങ്ങനെ കുറിപ്പ് കണ്ടു കഴിഞ്ഞാൽ അതെന്താണ് സൂചിപ്പിക്കുന്നതെന്ന്. സൂചിപ്പിക്കുന്നത് എന്താണ്? പവറാണ്. പ്ലസ് എന്ന് കാണിക്കുന്നത് കോൺവെക്സ് ലെൻസാണ്, മൈനസ് എന്ന് കാണിക്കുന്നത് കോൺകേവ് ലെൻസാണ്. പ്രത്യേകം ഓർത്തിരിക്കുക. കോൺകേവ് ലെൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബ്ലണ്ടറായിട്ടുള്ളൊരു ക്ലൂ പറഞ്ഞു തന്നിട്ടുണ്ട്, മെമ്മറി ക്ലൂ. കോൺകേവ് എന്ന് പറയുമ്പോൾ കെറിവിച്ചിരിക്കുമ്പോൾ മുഖം നെഗറ്റീവായിട്ടിരിക്കും. അപ്പം കോൺകേവിൻ്റെത് നെഗറ്റീവ്, കോൺവെക്സിൻ്റെത് അടുത്ത നമ്മൾ നോക്കുന്നത് വെള്ളെഴുത്താണ്. പ്രസ് ബയോപ്പിയ എന്ന് പറയുന്ന വെള്ളെഴുത്തിൻ്റെ കാര്യമാണ്. പ്രായമായവർ പത്രങ്ങളും മറ്റും ദൂരെ പിടിച്ച് വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. പ്രായമായവരുടെ കണ്ണുകൾക്കുള്ള ഒരു ന്യൂനതയാണ് വെള്ളെഴുത്ത് എന്ന് പറയുന്നത്. പ്രായമായവർ ഇങ്ങനെ കൈ നീട്ടി പിടിച്ച് വായിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അത് അവരുടെ കണ്ണുകൾക്കുള്ള വേറൊരു ഡിഫക്റ്റാണ്, ന്യൂനതയാണ്. അതിന് പറയുന്ന പേരാണ് വെള്ളെഴുത്ത്. വെള്ളെഴുത്ത് എന്നാന്നുള്ളത് നമുക്ക് നോക്കാം. ആരോഗ്യമുള്ള കണ്ണിനെ സംബന്ധിച്ചിടത്തോളം നിയർ പോയിന്റിലേക്കുള്ള ദൂരം എത്രയാണ്? നമ്മൾ പഠിച്ചതാണല്ലോ. എത്രയാണ്? 25 സെൻറ്റിമീറ്റർ, 25 സെൻറ്റിമീറ്റർ ആണ് ആരോഗ്യമുള്ള കണ്ണിനെ സംബന്ധിച്ചിടത്തോളം നിയർ പോയിന്റിലേക്കുള്ള ദൂരം. പ്രായം കൂടിയവർക്ക് നിയർ പോയിന്റിലേക്കുള്ള അകലം 25 സെൻറ്റിമീറ്ററിനേക്കാളും കൂടിയിരിക്കും. ഇതിന് കാരണം സീലിയറി പേശികളുടെ ക്ഷമത കുറയുന്നതാണ്. അതായത് പ്രായമായി കഴിയുമ്പോൾ കണ്ണിലുള്ള സീലിയറി പേശികളുടെ ക്ഷമത കുറയുന്നതാണ് ഇങ്ങനെ നിയർ പോയിൻ്റ് 25 സെൻറ്റിമീറ്ററിനേക്കാളും കൂടുതലാകുന്നതിനുള്ള കാരണം. അത്തരക്കാർക്ക് പവർ ഓഫ് അക്കോമഡേഷനുള്ള കഴിവും, അതായത് റെറ്റിനായിൽ കൃത്യമായിട്ട് പ്രതിബിംബം സ്ഥാപിക്കാനുള്ള അല്ലെങ്കിൽ പ്രതിബിംബം കാണിക്കാനുള്ള കഴിവ് കുറവായിരിക്കും. അതിനാണല്ലോ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരക്കാർക്ക് പവർ ഓഫ് അക്കോമഡേഷനുള്ള കഴിവ് കുറവായിരിക്കും. ഇതാണ് വെള്ളെഴുത്ത് എന്ന് പറയുന്നത്. വെള്ളെഴുത്ത് പ്രായമായവരിലുണ്ടാകുന്ന രോഗമാണെന്നുള്ളത്, കണ്ണിനുണ്ടാകുന്ന ന്യൂനതയാണെന്നുള്ളത് ഓർത്തിരിക്കുക. അനുയോജ്യമായ പവറുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് വെള്ളെഴുത്ത് പരിഹരിക്കാനായിട്ട് പറ്റും. അനുയോജ്യമായ പവറുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച്. ഇപ്പം നമ്മൾ പഠിച്ചതിനകത്ത് ഹ്രസ്വദൃഷ്ടിയും വെള്ളെഴുത്തും കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് പരിഹരിക്കാൻ പറ്റും. കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാൻ പറ്റുന്നത് ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടിയാണ്. നമുക്ക് കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാൻ പറ്റുന്നത്. ദീർഘദൃഷ്ടിയും വെള്ളെഴുത്തും ഏതുപയോഗിച്ചാണ് പരിഹരിക്കാനായിട്ട് പറ്റുന്നത്? കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാനായിട്ട് പറ്റുന്നത്. ഹ്രസ്വദൃഷ്ടി എന്നുള്ളതിന് പറയുന്ന മയോപ്പിയ എന്ന് പറയും, അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയും, ഷോർട്ട് സൈറ്റ് എന്ന് പറയും. അതെല്ലാം എന്താണ്? ഹ്രസ്വദൃഷ്ടിയാണ്. ദീർഘദൃഷ്ടി എന്നുള്ളതിന് ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയും, ലോങ് സൈറ്റ് എന്ന് പറയും, ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയും. അതെല്ലാം ഏതാണ്? ദീർഘദൃഷ്ടിയാണെന്നുള്ളവർക്ക്. ദീർഘദൃഷ്ടിയും പിന്നെ വെള്ളെഴുത്തോ പ്രായമായവരിലുണ്ടാകുന്നതാണ് വെള്ളെഴുത്തെന്ന് പറയുന്നത്. അവരുടെ സീലിയറി മസിൽസിനുണ്ടാകുന്ന പ്രായമായി കഴിയുമ്പോൾ സീലിയറി മസിൽസിൻ്റെ ബലം കുറയുന്നതുകൊണ്ടുണ്ടാകുന്നതാണ് വെള്ളെഴുത്ത്. അപ്പോൾ ഇത് മൂന്നും നിർബന്ധമായിട്ടും ഓർത്തിരിക്കുക, പഠിക്കുക. ഇനി നേത്രദാനം എന്നതൊരു മഹാദാനമാണ്. കാഴ്ചശക്തി ഇല്ലാത്തവരിൽ ചിലരെയെങ്കിലും കാഴ്ചയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്താൻ കോർണിയ മാറ്റിവെക്കൽ വഴി നമുക്ക് സാധിക്കും. കണ്ണിന് നേത്രദാനം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണ് മുഴുവനായിട്ടും എടുത്തു കൊടുക്കുകയല്ല, കണ്ണിലുള്ള കോർണിയ എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അത് കൊടുത്തെന്ന് ഓർത്തുകൊണ്ട് കണ്ണ് മാറ്റിവെച്ചതായിട്ട് ആർക്കും മനസ്സിലാകത്തു പോലുമില്ല. മരണശേഷമാണ് നമ്മൾ നേത്രദാനം നടത്തുന്നത്. ഏത് പ്രായക്കാർക്കും നേത്രദാനം നടത്താവുന്നതാണ്. കാരണം എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ തന്നെ അതിൻ്റെ പൂർണ്ണ വളർച്ചയിലെത്തുന്ന ഏക അവയവം എന്ന് പറയുന്നത് കണ്ണാണ്.
അതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും നേത്രദാനം നടത്താവുന്നതാണ്. ചില പ്രത്യേകതരം അസുഖമുള്ളവരുടെ നേത്രപടലം മാത്രമാണ് ഉപയോഗിക്കാനായിട്ട്, കോർണിയ എന്നുള്ളതിന് പറഞ്ഞാണ് നേത്രപടലം. അവരുടെ കോർണിയ നേത്രപടലം മാത്രമാണ് ഉപയോഗിക്കാനായിട്ട് കഴിയാത്തത്. നേത്രദാനത്തിന് സമ്മതം നൽകിയ വ്യക്തിയുടെ മരണശേഷം 6 മണിക്കൂറിനുള്ളിൽ കോർണിയ എടുക്കണം. നേത്രദാനത്തിന് സമ്മതമാണെന്ന് പറഞ്ഞ് നേരത്തെ സമ്മതപത്രം എഴുതി വെച്ചിട്ടുള്ളവരുടെ മരണത്തിന് ശേഷം 6 മണിക്കൂറിനുള്ളിൽ, 6 മണിക്കൂർ എന്നുള്ളത് ഓർത്തിരുന്നോണം, 6 മണിക്കൂറിനുള്ളിൽ കോർണിയ എടുക്കണം. അത് എന്നിട്ട് ഐ ബാങ്കിനകത്ത് സൂക്ഷിക്കുകയാണ്. ഐ ബാങ്കിൽ സൂക്ഷിച്ചിട്ട് അനുയോജ്യമായിട്ടുള്ളവർക്ക് അത് വെച്ച് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് എന്നേക്കുമായിട്ട് കണ്ണടയ്ക്കുന്നവർക്ക് മറ്റുള്ളവരുടെ ജീവിതം പ്രകാശമാനമാക്കാൻ നേത്രദാനത്തിലൂടെ കഴിയും. നേത്രദാനം എന്നുള്ളൊരു വലിയ മഹാദാനമാണ്, ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇതോടെ കണ്ണും കാഴ്ചയും എന്നുള്ള നമ്മുടെ 1ാമത്തെ ടോപ്പിക്ക്, കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും എന്നുള്ളതിലെ 1ാമത്തെ ടോപ്പിക്ക് പൂർത്തിയായിരിക്കുകയാണ്. ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി നോട്ടൊക്കെ എഴുതിയെടുത്ത് പഠിക്കുക. ഇവിടെ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. ക്ലാസ് നിരീക്ഷിച്ച് മനസ്സിലാക്കി പഠിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം നന്ദി. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ദൈവാനുഗ്രഹിക്കട്ടെ.